ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എനിക്കൊരു ആപ്ലിക്കേഷൻ ഏകദേശം 7125 രൂപ ലോണായിട്ട് ലഭിച്ചതാണ്. ഡിസ്ബേഴ്സ് ആയ എമൗണ്ടാണ് 7125 രൂപ. ടോട്ടലായിട്ട് തിരിച്ചടയ്ക്കേണ്ടത് 8265 രൂപയാണ്. RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. മറ്റ് ലോൺ ആപ്പുകളിൽ നിന്നൊക്കെ റിജക്ഷൻ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. 100% RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഏകദേശം 2000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. ഏകദേശം 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോൺ എമൗണ്ട് കാര്യങ്ങളൊക്കെ എത്തുന്ന രീതിയിലാണ്. ഏകദേശം 2 മുതൽ 36 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവർ ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പാൻ കാർഡും ആധാർ കാർഡും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മാത്രം മതി ഈ ഒരു ലോണ് ലഭിക്കാനായിട്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. വേറെ സെക്യൂരിറ്റിയോ അങ്ങനത്തെ അസറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടി വെക്കേണ്ടതില്ല. 100% ഡിജിറ്റൽ പ്രോസസ്സാണ്. നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ ഈ ലോണിന് കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻറ്റ് ലോൺ ഫോർ എമർജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എമർജൻസി ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ റീലൊക്കേഷൻ, അതുപോലെ ഫിനാൻഷ്യൽ ഷോർട്ട് ഫാൾസ്, ഹോം റിപ്പയേഴ്സ്, ഇങ്ങനത്തെ നീഡ്സിനൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോൺ ടെന്യൂർ നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മുതൽ 36 മാസത്തെ കാലയളവിലാണ്. അതുപോലെ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 16 മുതൽ 32.5 ആണ്. സോ എങ്ങനെയാണ് ഈ ഒരു ലോൺ എമൗണ്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏകദേശം നിങ്ങളൊരു 2 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ പ്രോസസ് ഫീ എന്ന് പറയുന്നത് 8260 രൂപയായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 24% പെർ ആനമാണ്. അപ്പോൾ EMI എന്ന് പറയുന്നത് 36 മാസത്തേക്ക് 8020 രൂപ വെച്ച് വരും. ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് 30.15% ആണ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടത് 80,460 രൂപയായിരിക്കും. ടോട്ടൽ കോസ്റ്റ് ഓഫ് ലോൺ വരുന്നത് 88,720 രൂപയായിരിക്കും. അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 2,88,720 രൂപയാണ്. അതായത് 36 മാസത്തേക്ക് 2 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 14% പെർ ആനത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 2 മുതൽ 4.5% ഓഫ് ലോൺ എമൗണ്ട് വരും. ലേറ്റ് പേയ്മെൻറ്റ് ഫീ ഇവർ ഈടാക്കാറുണ്ട്. ഒന്നെങ്കിൽ 500 രൂപ അല്ലെങ്കിൽ 3% ഓഫ് ഓവർ ഡ്യൂ എമൗണ്ട്. അതുപോലെ ബൗൺസ് ചാർജ് വരുന്നുണ്ട്. 500 പ്ലസ് GST വരും. അതുപോലെ മാൻഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിജക്ഷൻ നേരിടുകയാണെങ്കിൽ, അതായത് നമ്മുടെ ലോണ് കാര്യങ്ങൾ മാൻഡേറ്റ് വഴി വരുമ്പം അത് ലോൺ എമൗണ്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ 250 രൂപ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ എന്ന് പറഞ്ഞാൽ മാസ വരുമാനം 18,000 15,000 വേണം. പിന്നെ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ പറയുന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഇൻ ഏതെങ്കിലും ഒരു ജോബിൽ നമുക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള പാൻ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, അതുപോലെ 3 മാസത്തെ ലാസ്റ്റ് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇവരുടെ മറ്റു ലോൺ ഓഫേഴ്സ് എന്ന് പറയുന്നത് കാർ ലോൺ ഉണ്ട്, അതുപോലെ ബൈക്ക് ലോണ്, അതുപോലെ പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്, ട്രാവൽ ലോണ്, ഹോം ലോണ്, ലാപ്ടോപ്പ് ലോണ്, ബിസിനസ് ലോൺ, അങ്ങനെ തുടങ്ങിയ നിരവധി ലോൺ ഓഫേഴ്സ് ഇവർ വേറെ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാനിത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ 4.4 സ്റ്റാർ റേറ്റിംഗും 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള വിശ്വസിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇവരുടെ ഒരു ലെൻഡേഴ്സ് എന്ന് പറയുന്നത് മേഘദൂത് മെർക്കൻഡൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നതും, അതുപോലെ ചൊട്ടാരിയ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡേഴ്സാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ക്രെഡിറ്റ്സി എന്നാണ്. ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. സോ അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് താഴെ വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജെൻഡർ, പിൻകോഡ്, അതുപോലെ പാൻ കാർഡ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങളുടെ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൂടെ അവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. സാലറീഡ് ആണെങ്കിൽ നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാസം എത്ര സാലറി കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ജോബ് എന്താണ്, സാലറി മോഡ് ക്യാഷ് ആണോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി രജിസ്റ്റർ ലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുള്ള കൺസെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എമൗണ്ട് കാര്യങ്ങൾ അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട് കാണുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. സോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയി എന്ന് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങൾ എൻ്റർ ചെയ്ത് അത് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ റെഫറൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കുറച്ച് ആൾക്കാർ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ കോൺടാക്റ്റുള്ള അവരുടെ നെയിം അതുപോലെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അങ്ങനെ ഒരു 2 പേരുടെ റെഫറൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെ എൻ്റർ ചെയ്ത് അവരുടെ മൊബൈൽ നമ്പർ കൂടെ ആഡ് ചെയ്തുകൊണ്ട് കൺഫേം കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫാദറിൻ്റെയോ മദറിൻ്റെയോ കൊടുക്കുക. അവരുടെ റിലേഷൻഷിപ്പ് അവരുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് KYC കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, ഏത് സ്റ്റേറ്റാണ്, സിറ്റി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും കൺഫേം ചെയ്ത് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് എമൗണ്ട് വരേണ്ട ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് കാര്യങ്ങൾ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും എൻ്റർ ചെയ്യണം. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് ബ്രാഞ്ച് നെയിം കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും കൺഫേം കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷനാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അതൊന്ന് ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡിജി ലോക്കറിലേക്ക് പോയി അവിടെയും കൂടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ആധാറിൻ്റെ ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ നിങ്ങളൊരു സെക്യൂരിറ്റി ഡിജിറ്റ് പിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഫോർഗോട്ട് മൈ പിൻ കൊടുത്ത് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിൽ ആധാർ കാർഡും പാൻ കാർഡും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. സോ അപ്പോൾ ഒന്ന് വെരിഫൈ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അതിനുശേഷം അത് കാര്യങ്ങൾ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫേസ് KYCക്ക് വേണ്ടി നിങ്ങളുടെ ഫേസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു സെൽഫി ആയിട്ട് എടുക്കുക. അതിൽ ടേക്ക് എ സെൽഫി എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് അതിൽ സെൽഫി എടുക്കാവുന്നതാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് മാൻഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് മാൻഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാൻഡേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് മന്ത്ലി നിങ്ങളുടെ EMI എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലോണ് കാര്യങ്ങളൊക്കെ അപ്രൂവൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എത്ര രൂപയാണ്, എത്ര ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനുശേഷം ലോൺ എഗ്രിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ലോൺ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. സോ അതിനുശേഷം നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ ഏകദേശം 7125 രൂപയാണ് ലോണായിട്ട് കിട്ടിയിട്ടുള്ളത്. ടോട്ടലായിട്ട് അടയ്ക്കേണ്ടത് 8265 രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.